ഓരോ താഴ്വരയും ഒരു സാക്ഷ്യമായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 84-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിലെ കണ്ണുനീർ താഴ്വര. സിയോനെ നോക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകർക്ക് പറയുവാനുള്ള ഒരു സാക്ഷ്യമാണിത്. അവർ ഇങ്ങനെ പറയും: കണ്ണുനീർ താഴ്വരയിൽ കൂടി കുറച്ചുനാൾ കടന്നുപോയി എങ്കിലും ദൈവം ആ കണ്ണുനീരിനെ ജലാശയമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിൽ തരിശായി തോന്നുന്ന ചില താഴ്വരകളിലൂടെ നാം യാത്ര ചെയ്യുന്നുണ്ടാകാം. നമ്മുടെ കണ്ണുനീർ പൊടി നിറഞ്ഞ മണ്ണിനെ നനച്ചിട്ടുണ്ട്. എവിടെയാണോ നമ്മുടെ കണ്ണുനീർ ചെന്ന് വീണത്, അവിടെ തന്നെയായിരിക്കും ദൈവം ജലാശയത്തെ കൊണ്ടുവരുന്നത്. ദൈവം താഴ്വരയെ നീക്കം ചെയ്യുന്നില്ല, എന്നാൽ ആ താഴ്വരയെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. ഒരു കാലത്ത് നാം നടന്നു നീങ്ങിയ വരണ്ട സ്ഥലം ഇന്ന് വെള്ളം നിറഞ്ഞ കിണറുകളായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നാം കരഞ്ഞ ഇടത്ത് മറ്റുള്ളവർ ഇന്ന് അനുഗ്രഹത്തിൻ്റെ വെള്ളം കുടിക്കുന്നു. നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നിയ ഇടത്ത് മറ്റുള്ളവർ ഇന്ന് പ്രത്യാശ കണ്ടെത്തുന്നു. ഇന്ന് നമ്മൾ കഷ്ടപ്പെടുന്ന ഇടത്ത് ദൈവം ആശ്വാസത്തിൻ്റെ ജലാശയം കൊണ്ടുവരുന്നു എന്നത് എത്രയോ വലിയ ഒരു സാക്ഷ്യമാണെന്നറിയുക. നമ്മുടെ ദൈവമാര് ദുഃഖങ്ങളെ സന്തോഷങ്ങളായും പരീക്ഷണങ്ങളെ വിജയങ്ങളായും കഷ്ടതകളെ ആശ്വാസങ്ങളായും കണ്ണുനീർ താഴ്വരയെ ജലാശയമാക്കി തീർക്കുകയും ചെയ്യുന്നവനാണ്. നാം കണ്ണുനീർ പൊഴിച്ച് നടന്ന സ്ഥലങ്ങൾ ദൈവം ഒഴുകുന്ന ജലാശയങ്ങളായി മാറ്റിയപ്പോൾ ഒരുപക്ഷെ നമ്മേക്കാൾ കൂടുതലായി അതിൽ ഉന്മേഷം കണ്ടെത്തിയത് നമ്മുടെ പിറകെ വന്ന യാത്രക്കാരായിരിക്കാം. മുൻപിൽ നാം കണ്ണുനീർ പൊഴിച്ചത് പിന്നിൽ വന്നവർക്ക് അനുഗ്രഹമായി തീർന്നു. എത്ര യാഥാർത്ഥ്യമായ ഒരു കാര്യമാണിത്. നാം കണ്ണുനീരോടെ വിതച്ചു, ആർപ്പോടെ അവർ കൊയ്തു. ഒരുപക്ഷെ നാമോ നമ്മുടെ മക്കളോ നമ്മുടെ പിൻഗാമികളോ ആയിരിക്കാം കൊയ്ത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക. എന്തു തന്നെയായാലും നമുക്കെല്ലാവർക്കും ഇന്ന് പറയുവാനുള്ള ഒരു സാക്ഷ്യം, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടന്നുപോയത് നിമിത്തം നമ്മൾ അനുഗ്രഹപൂർണമായി തീർന്നു. Have a blessed day.